കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിൽ മാസ്റ്റർ ദേവ് എന്ന ഒരു വൃദ്ധൻ താമസിച്ചിരുന്നു. അഗാധമായ ജ്ഞാനത്തിനും ആന്തരിക സമാധാനത്തിനും അദ്ദേഹം പ്രശസ്തനായിരുന്നു. ദൂരദിക്കുകളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം തേടി. ഒരു ദിവസം കിരൺ എന്ന കൗതുകമുള്ള ഒരു കുട്ടി മാസ്റ്റർ ദേവിൻ്റെ അടുത്തെത്തി ചോദിച്ചു, എനിക്ക് എങ്ങനെ യഥാർത്ഥ സന്തോഷം കണ്ടെത്താനാകും? കണ്ണുകളിൽ ഒരു തിളക്കത്തോടെ മാസ്റ്റർ ദേവ് ഒരു ചെറിയ ശൂന്യമായ മുളക്കുട്ട കിരണിന് നൽകി. കുഞ്ഞെ, നദിയിൽ പോയി ഈ കൊട്ടയിൽ വെള്ളം നിറക്കുക. ആശയക്കുഴപ്പത്തിലായ കിരൺ മാസ്റ്റർ നിർദ്ദേശിച്ചതുപോലെ ചെയ്തു. എന്നിരുന്നാലും അവൻ എത്ര വേഗത്തിൽ കുട്ട നദിയിൽ മുക്കിയാലും മടങ്ങുമ്പോൾ അത് എല്ലായ്പ്പോഴും വെള്ളമൊഴുകി കുട്ട കാലിയാവും. നിരാശനായി കിരൺ മാസ്റ്റർ ദേവിൻ്റെ അടുത്തേക്ക് മടങ്ങി. അത് അസാധ്യമാണ്. കുട്ട ചോർന്നൊലിക്കുന്നു. എനിക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിയില്ല. മാസ്റ്റർ ദേവ് ചിരിച്ചു. അയ്യോ, പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കിരൺ, നിങ്ങൾ ഒരു വിലപ്പെട്ട പാഠം പഠിച്ചു. ഈ കൊട്ട പോലെ ജീവിതവും അപൂർണതകൾ നിറഞ്ഞതാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് എല്ലാം പിടിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ യാത്ര നിങ്ങൾ കൊണ്ടുപോകുന്ന വെള്ളത്തെക്കുറിച്ചല്ല, അത് ശ്രമിക്കുന്നതിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ്. കിരണിൻ്റെ കണ്ണുകൾ എല്ലാം മനസ്സിലാക്കി വിടർന്നു. മാസ്റ്റർ ദേവ് തുടർന്നു, ചെറുപ്പക്കാര്, ജീവിതത്തിൻ്റെ അപൂർണതകളെ ഉൾക്കൊള്ളുക. സന്തോഷമെല്ലാം മുറുകെ പിടിക്കുന്നതിലല്ല, മറിച്ച് നിമിഷങ്ങളെ അഭിനന്ദിക്കുന്നതിലാണ്. അവ ഒരു കൊട്ടയിലൂടെ വെള്ളം പോലെ വഴുതിപ്പോയാലും യാത്രയിൽ സന്തോഷം കണ്ടെത്തുക. നിങ്ങൾ യഥാർത്ഥമായത് കണ്ടെത്തും. സന്തോഷത്തിൻ്റെ സാരാംശം. അങ്ങനെ സന്തോഷം ലക്ഷ്യസ്ഥാനത്തിൽ നിന്നും യാത്രയുടെ അപൂർണമായ ഓരോ ചുവടുവയ്പിലും കാണപ്പെടുന്ന സൗന്ദര്യമാണെന്നും മനസ്സിലാക്കി കിരൺ മാസ്റ്റർ ദേവിനെ ഒരു ലഘുവായ ഹൃദയത്തോടെയും ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടോടെയും വിട്ടു. ഈ വേഗതയേറിയ ലോകത്ത് നമുക്കെല്ലാവർക്കും മാസ്റ്റർ ദേവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ അപൂർണവും എന്നാൽ അതിശയകരമായ അതുല്യമായ യാത്രകളിൽ സന്തോഷം കണ്ടെത്താനും ഒരു നിമിഷം എടുക്കാം. കഥയുടെ ഗുണപാഠം: ജീവിതത്തിൻ്റെ അപൂർണതകൾ ഉൾക്കൊള്ളുകയും യാത്രയിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക. കാരണം സന്തോഷമെല്ലാം മുറുകെ പിടിക്കുന്നതിലല്ല, മറിച്ച് സാഹസികതയെ വിലമതിക്കുന്ന നിമിഷങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.